ക്രിസ്ത്യാനികളെ ആക്രമിക്കാനും ബലാത്സംഗം ചെയ്യാനും അവരെ കൊല്ലാനും ആഹ്വാനം ചെയ്തുകൊണ്ട് ഛത്തീസ്ഗഡിലെ തീവ്ര ഹിന്ദുത്വവാദിയായ ഇൻഫ്ലുവൻസർ ആദർശ് സോണി രംഗത്ത് വന്നു. ഛത്തീസ്ഗഡിലെ ബിഷ്റാംപൂർ, ഗണേഷ്പൂർ, ഗനക്പൂർ എന്നീ ഗ്രാമങ്ങളിൽ മൊത്തമായി ക്രിസ്ത്യാനികളെ ആക്രമിക്കാനും ബലാത്സംഗം ചെയ്യാനും അവരെ കൊല്ലാനുമാണ് പ്രാദേശിക ഹിന്ദുത്വ നേതാവും സോഷ്യൽ മീഡിയയിൽ സ്വാധീനമുള്ളയാളുമായ ആദർശ് സോണി ആഹ്വാനം ചെയ്തത്. ക്രിസ്തുമത വിശ്വാസികൾ മതപരിവർത്തനം നടത്തി തങ്ങളുടെ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു എന്നതാണ് ഇതിന് കാരണമായി ഇയാൾ പറയുന്നത്. തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു സോണിയുടെ ഈ ആഹ്വാനം വന്നത്. വ്യാപകമായി പ്രചരിച്ച ഒരു വീഡിയോയിൽ ക്രിസ്ത്യൻ പുരുഷന്മാരെ കൊലപ്പെടുത്താനും സ്ത്രീകളെയും കുട്ടികളെയും ബലാത്സംഗം ചെയ്യാനും അവരുടെ വസ്ത്രം ഉരിഞ്ഞെടുക്കാനും പരസ്യമായി അപമാനിക്കാനും സോണി ആഹ്വാനം ചെയ്യുന്നുണ്ട്. എല്ലാ ക്രിസ്ത്യാനികളെയും കൊല്ലുക, അവരുടെ പെൺമക്കളുടെയും മരുമക്കളുടെയും മാനം തകർക്കുക, അവരെ ബലാത്സംഗം ചെയ്യുക, ക്രിസ്ത്യൻ വീടുകളിൽ ബലമായി കയറി അവരെ വെറുതെ വിടാതെ എല്ലാവരെയും നശിപ്പിക്കണം, എല്ലാവരെയും കൊന്നൊടുക്കണം, ഇതായിരിക്കണം നമ്മുടെ പദ്ധതി എന്നാണ് ആദർശ് സോണി സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ചത്. തനിക്ക് ഭരണകൂടത്തിൻ്റെ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെട്ടായിരുന്നു ഇയാളുടെ ഈ ആക്രമണത്തിനുള്ള ആഹ്വാനം. എനിക്ക് ഭരണകൂടത്തിൻ്റെ പിന്തുണ ലഭിച്ചു, എനിക്ക് അതുമാത്രം മതി എന്നാണ് സോണി അവകാശപ്പെടുന്നത്. 2025 മാർച്ച് 1 ഈ ആക്രമണം നടക്കുമെന്നും ആക്രമണത്തിനായി കുറഞ്ഞത് 50,000 പേരെയെങ്കിലും അണിനിരത്തണമെന്നും സോണി തൻ്റെ അനുയായികളോട് പറയുന്നുണ്ട്. ക്രിസ്ത്യൻ കുടുംബങ്ങളെ ലക്ഷ്യം വെക്കണമെന്നും അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു അടയാളം പോലും, അതായത് ഒരൊറ്റ കുരിശ് പോലും ഈ മേഖലയിൽ ഉണ്ടാവരുതെന്നും അതെല്ലാം തുടച്ച് നീക്കണമെന്നും സോണി പ്രസ്താവിക്കുന്നുണ്ട്. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ശങ്കരാചാര്യ അവിമുക്തേശ്വര ആനന്ദ സരസ്വതി പ്രയാഗ്രാജിൽ നടത്തിയ പ്രസംഗത്തെക്കുറിച്ചും സോണി പറയുന്നു. ഹിന്ദുക്കൾ എല്ലാ ക്രിസ്ത്യാനികളെയും കൊല്ലണം, ആരെയും വെറുതെ വിടരുത് എന്ന് പ്രയാഗ്രാജിൽ വെച്ച് ഈ സരസ്വതി പ്രസംഗിച്ചിരുന്നു. നമ്മുടെ മാതാവായ പശുവിനെ കൊല്ലുന്നവരെ കൊല്ലൂ, പശുവിനെ കൊല്ലുന്നവർക്ക് വധശിക്ഷ ആവശ്യപ്പെടരുത്, അവരെ നിങ്ങൾ കൊന്ന ശേഷം നിങ്ങൾക്ക് വധശിക്ഷ ആവശ്യപ്പെടുക, നിയമം പ്രാബല്യത്തിൽ വരുന്നവരെ കാത്തിരിക്കരുത്. ഇതാണ് സരസ്വതി ഹിന്ദുക്കളോട് അവിടെ വെച്ച് ആഹ്വാനം ചെയ്തത്. ഇന്ത്യയിലെ ഛത്തീസ്ഗഡിൽ നിന്നുള്ള സ്വയം പ്രഖ്യാപിത ലൈഫ് കോച്ച്, കമ്മ്യൂണിക്കേഷൻ ട്രെയിനർ, കവി, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന ആളാണ് ആദർശ് സോണി. ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായ അപകടകരവും പ്രകോപനപരവുമായ പ്രസ്താവനകളിലൂടെയാണ് ഇദ്ദേഹം കുപ്രസിദ്ധി നേടിയത്. സ്ഥിരമായുള്ള മുസ്ലിം വിദ്വേഷം മാറ്റിവെച്ച് ഇനി ക്രിസ്ത്യൻ വിരോധം വിളമ്പുക എന്നതാവും ഇവരുടെ പുതിയ പദ്ധതി. രണ്ടായാലും ലക്ഷ്യം ഒന്നു തന്നെയാണ്: ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുക, അന്യമതങ്ങളെ അടിച്ചമർത്തുക.